വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 3-ാമത് വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നാം കാണുന്നു: ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ എന്നുള്ള ചോദ്യമാണ്. സങ്കടത്തോടും വ്യസനത്തോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സംസാരിക്കുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് പല ചോദ്യങ്ങൾക്കും മറുപടികൾ ലഭ്യമാകുന്നില്ല എങ്കിലും താൻ പിന്നെയും തന്നോട് തന്നെയോ ദൈവത്തോടോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നതും എന്താണ്? ഞാനൊരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ദൈവത്തോട് മാത്രം ആലോചന ചോദിച്ചിട്ടും എന്നെ നിന്ദിക്കുന്നവരുടെ ജീവിതത്തോട് ദൈവത്തിന് ഇഷ്ടം തോന്നുന്നുവോ എന്ന് ചിന്തിക്കപ്പെടുന്ന വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവം വെറുക്കുന്നതുമായ ചില കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിനുള്ളിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന ദൈവത്തിന് ഇഷ്ടമല്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമല്ല എന്നിരിക്കെ ഇയ്യോബ് ചോദിക്കുകയാണ്: ദുഷ്ടന്മാരുടെ ആലോചനയിൽ പ്രസാദിക്കുന്നവരോട് ദൈവത്തിന് പ്രീതിയുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും പറയുന്നുണ്ട്: യഹോവ എന്നോട് അരുളി ചെയ്തത്, പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ ഭോഷ്ക പ്രവചിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നും പറയാതിരിക്കെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭോഷ്കിൻ്റെ ആത്മാവുമായി നമ്മുടെ മുൻപിലേക്ക് വരുന്ന ആളുകളെ നാം ഉൾക്കൊള്ളുവാനും അംഗീകരിപ്പാനും ഇടയായി തീരരുതെന്നും അത് നമ്മെ നാശത്തിലേക്കും തിന്മയിലേക്കും കൊണ്ട് എത്തിക്കുമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ എന്താണ് സൂചിപ്പിക്കുന്നത്? നാം ദൈവത്തിൻ്റെ ശബ്ദത്തിനും ദൈവത്തിൻ്റെ ആലോചനകൾക്കും പ്രാധാന്യത നൽകുകയും ദുഷ്ടന്മാരുടെ ആലോചനകളും ആ നിലയിലുള്ള വാക്കുകളും കേൾക്കാതെയും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അംഗീകാരങ്ങളും ദൈവിക നന്മകളും നമുക്ക് അനുഭവിപ്പാൻ കഴിയുകയുള്ളെന്നും നമുക്ക് ശ്രേഷ്ഠരായി തീരുവാൻ കഴിയുകയുള്ളെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരിടത്തും ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കുകയും ആ ആലോചന പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവരായിട്ടല്ല,
ദൈവശബ്ദം കേൾക്കുകയും ദൈവശബ്ദം തിരിച്ചറിയുകയും ചെയ്യുന്നവരായി നമ്മുടെ മുൻപോട്ട് നമുക്ക് പോകുവാൻ കഴിയേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ആലോചന കേൾക്കുന്നവരോ ആ നിലയിൽ മുൻപോട്ട് പോകുന്നവരോ ആയിട്ടല്ല, ഞങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദം തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.